الحمد لله رب العالمين لا رب لنا سواه ولا نعبد إلا إياه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه والتابعين لهم بإحسان أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെട്ട് ജീവിച്ചു മരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴായി നമ്മളൊക്കെ ജീവിതത്തിൽ ഉപയോഗിച്ചു വരുന്ന, നമ്മൾ കേട്ടുവരുന്ന ഒരു വാക്കാണ് ബറക്കത്ത് എന്നുള്ളത്. അനുഗ്രഹം എന്നാണ് ആ വാക്കിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം. ഓരോ മുസ്ലിമും എപ്പോഴും ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതുമായ ഒന്നാണ് അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് എന്നുള്ളത്. തൻ്റെ പ്രവൃത്തികളിൽ ബറക്കത്ത് വേണം, അറിവിൽ ബറക്കത്ത് വേണം, ജീവിതത്തിൽ ബറക്കത്ത് വേണം, നമ്മുടെ സന്താനങ്ങളിൽ ബറക്കത്ത് വേണം, ഉപജീവനത്തിൽ റിസ്ഖിൽ ബറക്കത്ത് വേണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് നമുക്ക് ആഗ്രഹിക്കേണ്ടവരാണ് നമ്മൾ, ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു നൽകിയിട്ടുള്ള എന്തൊന്നാണോ അത് നമ്മുടെ ജീവിതം, അറിവ്, സന്താനങ്ങൾ, സമ്പത്ത് എല്ലാം അതിലുള്ള വളർച്ചയും വർധനവും, അതിനെല്ലാം നന്മയുണ്ടാകണം, ആ നന്മ നിലനിൽക്കണം, ആ നന്മ വളർന്നുകൊണ്ടിരിക്കണം, വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നന്മയുടെ സമൃദ്ധിയും തുടർച്ചയുമാണ് ബറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഇല്ല എങ്കിൽ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒന്നുകൊണ്ടും ഒരു കാര്യവുമില്ലാതെയാവും. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്, കാശും വരുന്നുണ്ട്, പക്ഷെ ഒരു ബറക്കത്തില്ല. ജീവിതം തന്നെ അസ്വസ്ഥമായി തീരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ജീവിതത്തിൽ ഒരു ബറക്കത്ത് തോന്നുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ ബറക്കത്ത് കൂടി ഉണ്ടെങ്കിൽ ഏതൊന്നുകൊണ്ട് നമുക്ക് കാര്യമാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു ദാനം, ഒരു അനുഗ്രഹമാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. കുറെ ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ളതിൽ നമുക്കൊരു നന്മ. ചിലപ്പോൾ കുറെ ഉണ്ടായാലും അതിലൊരു സുഖമോ നന്മയോ നമുക്ക് തോന്നുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ ബറക്കത്തില്ല എന്നാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസത്തിസ് സനതു ബി അല്ലാ തുംതറു, നിങ്ങൾക്ക് മഴ കിട്ടാതിരിക്കുക എന്നുള്ളതല്ല വരൾച്ച എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് യഥാർത്ഥ വരൾച്ച എന്ന് പറയുന്നത് വലാകിന്ന സനത അൻ തുംതറു വ തുംതറു തുമ്മ ലാ യുബാറകു ലക്കും ഫീഹി,
മഴ കിട്ടുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, പക്ഷെ അതിൽ ബർക്കത്തില്ല. അപ്പൊ ആ ബർക്കത്തില്ലായ്മയാണ് യഥാർത്ഥ വരൾച്ച. മക്കളായാലും സമ്പത്തായാലും സൗകര്യങ്ങളായാലും ഒക്കെ ഉണ്ടെങ്കിലും അതിലൂടെ ഒരു സന്തോഷം കിട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ബർക്കത്ത് നൽകണം. അപ്പൊ ആയുസ്സിൽ നമുക്ക് ബർക്കത്ത് വേണം. ആയുസ് 70, 75, 80 കൊല്ലം ജീവിക്കുക എന്നുള്ളതല്ല, അതിലൊരു ബർക്കത്ത് വേണം. ആ ബർക്കത്ത് ഉണ്ടെങ്കിലേ നമ്മുടെ ആയുസ്സിന് അള്ളാഹിന്റെ മാർഗത്തിൽ അവനുള്ള അനുസരണയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു കൽപ്പിച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആയുസ്സിനെ ഉപയോഗിക്കാനും പ്രയോജനപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ബർക്കത്ത് വേണം. അപ്പോഴാണ് നമ്മുടെ ആ പ്രവർത്തനങ്ങളിലെ ശക്തിയും അതേപോലെ തന്നെ ഊർജ്ജസ്വലതയും ഒരു തീഷ്ണതയും നമുക്കുണ്ടാവുകയുള്ളൂ. ബർക്കത്ത് ഉള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഇത്തരം ഊർജ്ജസ്വലത ബർക്കത്തില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ പ്രവർത്തനങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ആരോഗ്യമുണ്ട്, പക്ഷെ ആ ആരോഗ്യത്തിൽ നമുക്ക് ബർക്കത്ത് വേണം. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാനുള്ള തൗഫീഖ്, ആ ആരോഗ്യം നമുക്ക് ഉപയോഗപ്പെടുത്തി മനസ്സിന് സന്തോഷവും സമാധാനവും സുഖവും സ്വസ്ഥതയും. അതൊന്നുമില്ലാതെ ആരോഗ്യമുണ്ട്, പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയണില്ല, ഒന്നിലേക്കും ഇറങ്ങാൻ തോന്നുന്നില്ല, മടിയും അലസതയും തോന്നുകയാണ് എങ്കിൽ ആ ഉള്ള ആരോഗ്യം കൊണ്ട് കാര്യമില്ലാതെയാവുകയാണ്. അപ്പൊ സമ്പത്ത് അള്ളാഹു തന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ ബർക്കത്ത് വേണം. അതിൽ ബർക്കത്ത് കിട്ടിയാലോ ആ സമ്പത്തിൽ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, അത് കൂടുതൽ ഫലമുള്ളതായിക്കൊണ്ടിരിക്കും. ആ സമ്പത്ത് കയ്യിൽ വരുമ്പോൾ കുറച്ചാണെങ്കിലും അതിലൊരു മാനസികമായ സംതൃപ്തി ഉണ്ടാകും. സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ബർക്കത്തുള്ള ആളുകൾക്ക് ഉണ്ടാവുകയില്ല. ദാനധർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ ആ സമ്പത്ത് കൊണ്ട് സാധിക്കും. ഇതൊക്കെ എന്താണ്? സമ്പത്തിൽ കിട്ടുന്ന ബർക്കത്താണ്. അതേപോലെ തന്നെ മക്കളിൽ കിട്ടുന്ന ബർക്കത്ത്, അതെന്താ? ആ മക്കള് ദീന് പഠിക്കുന്നവരാകുക, അവർ നമ്മെ അനുസരിക്കുന്നവരാവുക, നമ്മൾ കൽപ്പിച്ചാൽ അത് പ്രാവർത്തികമാക്കുന്നവരാവുക, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവുക. ഇതൊക്കെയാണ് മക്കളിലെ ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഭാര്യമാരിൽ ബർക്കത്ത് വേണം, നമ്മുടെ അറിവിൽ ബർക്കത്ത് വേണം. ജീവിതവുമായി ബന്ധപ്പെടുന്ന എന്തെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം റബ്ബിന്റെ ബർക്കത്തുണ്ടെങ്കിൽ മാത്രമേ ആ വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ബർക്കത്ത് നമുക്ക് എങ്ങനെ നേടാൻ സാധിക്കും? അത് അള്ളാഹ് തരുന്ന ദാനമാണ്. ചിലർക്ക് അല്ലാഹു തആല അവന്റെ ഒരു പരീക്ഷണം എന്ന നിലക്ക് കൂടുതൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. എന്നാൽ ആ ബർക്കത്ത് നമുക്ക് നേടിയെടുക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാ ബർക്കത്ത് നേടാൻ സാധിക്കുക? അതിൽ ഒന്ന്, ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമായ തഖ്വ. തഖ്വയുണ്ടോ ഏത് വിഷയത്തിലും അവിടെ ബർക്കത്തുണ്ടാവും. ജീവിതത്തിൽ നമുക്ക് ആത്മാർത്ഥത, നല്ല ഇഖ്ലാസ്, അത് എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇബാദത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഒരു തഖ്വ, ആ റബ്ബിലുള്ള തവക്കുലും റബ്ബിനെ കുറിച്ചുള്ള പേടിയും, അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന, ആ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ കുറച്ചാണെങ്കിലും ഉള്ളതിൽ നല്ല സന്തോഷം ഉണ്ടാവും. സൂറത്തുൽ ആറാഫിൽ 96-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയാം, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ. ഒരു നാട്ടുകാരെ കുറിച്ച് പറയാം. ആ നാട്ടുകാർ ഈമാൻ സ്വീകരിക്കുകയും തഖ്വയുള്ളവരായി ജീവിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ബറക്കത്തുകൾ നാം അവർക്ക് തുറന്നു കൊടുക്കും. പക്ഷേ വലാകിൻ കദ്ദബൂ, അവർ ചെയ്തത് ഈമാൻ സ്വീകരിക്കലല്ല, അവർ ചെയ്തത് തഖ്വയുള്ളവരാകലല്ല, മറിച്ച് നിഷേധിക്കുകയാണ്. അള്ളാനെ കളവാക്കുക, അള്ളാന്റെ നിയമങ്ങളെ അവഗണിക്കുക, അള്ളാനെ കുറിച്ചുള്ള തഖ്വയില്ലായ്മ, അങ്ങനെ ഒരു നിഷേധത്തിന് നയം സ്വീകരിച്ചപ്പോൾ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ട് നാം അവരെ പിടികൂടി. അപ്പൊ റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹം ഒരു നാട്ടിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന് ഇല്ലാതെയാകുന്ന എപ്പോഴാണ്? ആ വീട് ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ്. അതുകൊണ്ട് ആ വീട്ടിൽ കുറേ മക്കളുണ്ടെങ്കിലും നല്ല വരുമാന മാർഗം ഉണ്ടെങ്കിലും ഗൾഫിൽ നിന്ന് പൈസ വരുന്നുണ്ട്, ഇവിടെ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് സാമ്പത്തിക വഴികളുണ്ട്, പക്ഷെ ഒരു സുഖമല്ല, സമാധാനമല്ല. എന്തേ കാരണം? നാം അവരെ പിടികൂടി. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട്. അപ്പൊ നമ്മൾ നല്ലത് ചെയ്യാം. അതിനാണ് തഖ്വ ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ തഖ്വയും തവക്കുലും ഉണ്ടോ അല്ലാഹു തആല ബർക്കത്ത് തന്നുകൊണ്ടിരിക്കും. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് അള്ളാഹ് തന്ന സമ്പത്ത്,
അതിൽ നിന്ന് രണ്ട് രൂപത്തിൽ ചെലവഴിക്കാനുണ്ട്. ഒന്ന് സക്കാത്ത്, മറ്റൊന്ന് സ്വതക്ക. സക്കാത്ത് അതിന്റെ സമയമാകുമ്പോൾ കൃത്യമായി കണക്ക് നോക്കി കൃത്യമായ കണക്കനുസരിച്ചുകൊണ്ട് എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കുക. സ്വതക്കയോ അതിന് പിന്നെ സമയവും നേരമൊന്നുമില്ല, അതിന് കൊല്ലം തികയേണ്ട ആവശ്യമില്ല. രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും എപ്പോഴും സ്വതക്ക കൊടുക്കുന്ന ആളുകൾ അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെ സ്വതക്കയും സക്കാത്തും കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നാൽ അല്ലാഹു തആല പറഞ്ഞ എന്താ, അവർക്ക് നന്മ അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും വല്ലാഹു സമീഉൻ അലീം. അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം സ്വീകരിക്കുക നബിയോട് അള്ളാഹിന്റെ കൽപ്പനയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൂടെ എന്തുണ്ടാകും? അവരുടെ ശുദ്ധീകരണവും സംസ്കരണവും നടക്കും. അതന്നെയാണ് അവിടുത്തെ ബർക്കത്ത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, അവരെ ശുദ്ധീകരിക്കുന്നു പറഞ്ഞാൽ ഐതുൻമീഹിം, അവരെ വളർത്തും. സാമ്പത്തികമായി സകാത്ത് കൊടുത്താൽ, സ്വതക്ക കൊടുത്താൽ വീണ്ടും വളർച്ചയുണ്ടാകുന്നതാണ്. വതസീദു ഫീ അഖ്ലാഖിഹിമുൽ ഹസന, ആ മനുഷ്യന്റെ സംസ്കാരത്തിൽ നന്മയുടെ വർധനവുണ്ടാകും. വഅമാലിഹിമുസ് സ്വാലിഹ, അവന്റെ സൽക്കർമ്മങ്ങൾ വർദ്ധിക്കും. വതസീദു ഫീ സവാബിഹിമുദ് ദുന്യവി വൽ ഉഖറവി, ഇഹലോകത്തെയും പരലോകത്തെയും പ്രതിഫലത്തിൽ വർധനവുണ്ടാകും. വതൻമി അംവാലഹും, കൊടുത്ത സ്വത്ത് വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനാണ് സഹോദരങ്ങളെ ബർക്കത്ത് എന്ന് പറയാം. അപ്പൊ സ്വതക്ക കൊടുത്തിട്ട് പണം കുറയല്ല, സ്വതക്ക കൊടുത്തിട്ട് കൂടുകയാണ്, അതൊരു ബർക്കത്താണ്. അപ്പൊ സകാത്ത് കൊടുക്കണം, സ്വതക്കയും കൊടുക്കണം. പിന്നെ അല്ലാഹു തആല പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമൂഹത്തെ പഠിപ്പിക്കണം. എന്താ? മനുഷ്യന്മാർ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്, ഒരുപാട് ബന്ധങ്ങൾ, അയൽവാസി ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ. ആ കുടുംബ ബന്ധത്തിൽ ഏറ്റവും വലുത് മാതാപിതാക്കളുമായുള്ള ബന്ധം, കുടുംബ ബന്ധം ചേർക്കൽ. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, റിസ്ഖിൽ വിശാലത കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ, ഔ യുൻസഅ ലഹു ഫീ അസരിഹി, തൻ്റെ ആയുസിന്റെ വർധനവ്, തൻ്റെ കുടുംബത്തിലുള്ള നന്മയും ബറക്കത്തും കാര്യങ്ങളും അതൊക്കെ കിട്ടണമെങ്കിൽ ഫൽയസിൽ റഹിമഹു, ബന്ധം പുലർത്തട്ടെ, കുടുംബ ബന്ധങ്ങൾ ചേർത്തിക്കൊള്ളട്ടെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലേ? നല്ല പണമുണ്ട്, വരുമാന മാർഗമുണ്ട്. അപ്പൊ ഇനി ജ്യേഷ്ഠം മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അനുജം മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടേതൊരു ജീവിതം നമ്മൾ വേറെ നയിക്കുകയാണ്. ആരോടും ബന്ധമില്ല, ചില പ്രശ്നങ്ങളുടെ പേരിൽ പിണങ്ങി നിൽക്കുകയാണ്. ആ പിണക്കം തീർക്കാൻ നമ്മൾ തയ്യാറുമല്ല. എന്ത് പറഞ്ഞിട്ട്? അവന് മിണ്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പണമുണ്ട്, എനിക്ക് വരുമാനമുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹിന്റെ ബർക്കത്ത് അതിലില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അത് ഉള്ളതിൽ വർധനവ് കിട്ടണം, സന്തോഷം കിട്ടണം. എന്താ വേണ്ടത്? കുടുംബ ബന്ധം ചേർക്കുക, കുടുംബ ബന്ധം മുറിക്കൽ ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണ്. അല്ലാഹു തആല ബന്ധം മുറിക്കും. ആരോട്? കുടുംബ ബന്ധം മുറിക്കുന്നവനോട്. അല്ലാഹു തആല ബന്ധം ചേർക്കും. ആരോട്? കുടുംബ ബന്ധം ചേർക്കുന്നവനോട്. അപ്പോഴാണ് അല്ലാഹു തആല അതിലൂടെ ബർക്കത്ത് കൊടുക്കുന്നത്. ബന്ധം മുറിച്ചാലോ അള്ളാഹിന്റെ ഇഷ്ടം നഷ്ടപ്പെടുകയാണ്, ഉള്ള ബർക്കത്തില്ലാതെയായി തീരും. അതുപോലെ തന്നെ ബർക്കത്ത് ലഭിക്കാൻ ആവശ്യമായ മറ്റൊന്നാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. നമ്മുടെ വീട്ടിൽ എന്നും നമ്മൾ കുറച്ച് ഖുർആൻ പാരായണം ചെയ്യും. അതൊക്കെ ഉണ്ടാകാറുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തിയാൽ മതി. നമ്മളായിട്ടോ മക്കളായിട്ടോ ഭാര്യയായിട്ടോ ഖുർആൻ പാരായണം നടക്കാത്തൊരു വീട്, ഒരു മുസ്ലിം വീട് അങ്ങനെ ആയി മാറരുത്. കാരണം ഖുർആനിന്റെ പാരായണം, ഖുർആനിന്റെ പഠനം, അതിനെക്കുറിച്ചുള്ള ചിന്ത, ഖുർആനുമായി ബന്ധപ്പെട്ട് എന്തോ ആകട്ടെ, അത് അനുഗ്രഹീതമാണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകും ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഇതാ ഈ വേദഗ്രന്ഥം, അൻസൽനാഹു, നാം അതിനെ ഇറക്കി, മുബാറകുൻ, അത് അനുഗ്രഹം നിറഞ്ഞതാണ്. ആ ഖുർആൻ മുഴുവൻ അനുഗ്രഹമാണ്. അത് ഓതൽ അനുഗ്രഹമാണ്, ആ ഖുർആൻ പഠിക്കൽ അനുഗ്രഹമാണ്, അർത്ഥമറിയൽ അനുഗ്രഹമാണ്, മനപ്പാഠമാക്കൽ അനുഗ്രഹമാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ബർക്കത്ത് വേണം, ആ ഖുർആൻ എന്ന് ഓതിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമാണ് അൽ ബയ്യാനി ബിൽ ഖിയാർ മാ ലം യതഫറഖ. ഒരു വസ്തു വാങ്ങുകയാണ്, വിൽക്കുകയാണ്. വാങ്ങുന്ന ഒരാളുണ്ട്, വിൽക്കുന്ന ഒരാളുണ്ട്. രണ്ടു പേർക്കും വാങ്ങണോ വിൽക്കണോ അവർക്ക് പരസ്പരം വേർപിരിയുന്നത് വരെ, ആ കച്ചവടത്തിന്റെ മജ്ലിസ്, കച്ചവടത്തിന്റെ സദസ്സ് പിരിയുന്നവരെ രണ്ടുപേർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കച്ചവടം ചെയ്യുമ്പോൾ വില പറയുന്നു, ആ വില വാങ്ങുന്ന വ്യക്തി അംഗീകരിക്കുന്നു, രണ്ടുപേർക്കും സ്വീകാര്യമാണ്, കച്ചവടം നടക്കുന്നു.
പിന്നെ അവർ വാക്ക് മാറാൻ പാടില്ല എന്നാ. മാലം മെത്തഫറഖ, അവർ പിരിയോളം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് വേണ്ടാന്ന് പറയാൻ, അല്ലെങ്കിൽ വില കൊന്ന് കുറക്കണം എന്ന് പറയാൻ, അല്ലെങ്കിൽ വിലയിൽ കുറച്ച് ആശ്വാസം തരാൻ, സമയം വീട്ടുന്ന അത് പണം തരുന്ന സമയം കുറച്ച് നീട്ടിത്തരാൻ, ഇതൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ മാലം മെത്തഫറഖ, പിരിയോളം കച്ചവടം ഉറപ്പിച്ച് പണം അത്രയെന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് കുറച്ചുകൂടി വില കുറഞ്ഞ കണ്ടപ്പോൾ ഫോം വിളിച്ച് പറയാണ് ഇനി എനിക്ക് നിങ്ങളുടെ വേണ്ട. അതൊരു വിശ്വാസി ചെയ്യാൻ പറ്റിയ പണിയല്ല. അവർ തമ്മിൽ വേർപിരിയുന്നത് വരെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, കച്ചവടം ഉറപ്പിക്കാനും ഉറപ്പിക്കാതിരിക്കാനും. അതൊരു കാര്യം. ഇനി ആ കച്ചവടത്തിൽ എന്ത് വേണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൈൻ സ്വദഖാ വബയ്യന, ആ കച്ചവടത്തിൽ അവർ സത്യം പറയുകയും ഉള്ളത് വ്യക്തമാക്കുകയും ചെയ്താൽ. അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ആരാന്നറിയോ? സത്യസന്ധനായ കച്ചവടക്കാരെന്ന. കാരണം സത്യസന്ധത പലപ്പോഴും നിലനിർത്താൻ കഴിയാത്തൊരു മേഖലയാണ് കച്ചവടം. അപ്പൊ ആ പണിക്ക് കഴിയുന്നവർ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. കളവ് പറയാ, വസ്തു വിറ്റുപോകാൻ വേണ്ടി ഇല്ലാത്ത ഗുണ നന്മകൾ വിശേഷണങ്ങൾ പറയാ, ഇപ്പൊ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയ വസ്തുവിനെ അതിന് ഒറിജിനലിന്റെ ഒരു വിശേഷണമൊക്കെ കൊടുത്തിട്ട് അതിനെ പുകഴ്ത്തി പറഞ്ഞ് ഒറിജിനലാണെന്ന് പറഞ്ഞ് കളവ് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കച്ചവടത്തിൽ വരുന്ന കാര്യങ്ങളാണ്. കച്ചവടം വാങ്ങുന്നവനും വിൽക്കുന്നവനും അവരെന്ത് ചെയ്യണം? സത്യസന്ധത കാണിക്കണം, സത്യം പറയണം. ന്യൂനതകളുണ്ടോ പോരായ്മകളുണ്ടോ അത് തുറന്നു പറയണം. അങ്ങനെ ചെയ്താൽ ആ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും. വൈൻകതമാ, ന്യൂനത മറച്ചു വെച്ച് കേടുവന്നിരിക്കുന്ന വസ്തുവാണ്, അത് വിറ്റ് അവൻ കൊണ്ടുപോയി നാളെ അത് ഉപയോഗിക്കുമ്പോഴേക്കും അത് കേടുവന്നു പോകും, എനിക്കറിയാം. ആ പോരായ്മ മറച്ചു വെക്കുകയാണ്. അങ്ങനെ ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് അവർ കച്ചവടം ചെയ്താൽ അവരുടെ കച്ചവടത്തിന്റെ ബർക്കത്ത് ഇല്ലാതെയായിത്തീരും. അപ്പൊ ബർക്കത്തില്ലാത്ത കച്ചവടം നടത്തിയിട്ട് അതിലൂടെ കിട്ടുന്ന പൈസ അതും ബർക്കത്തുണ്ടാവൂല. അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊടുത്താൽ, നമ്മൾ മക്കളെയും കുടുംബത്തെയൊക്കെ തീറ്റിപ്പിച്ചാല് ആ ബർക്കത്തില്ലാത്ത നന്മയില്ലാത്ത പണമാണ് നമ്മൾ അവർക്ക് തിന്നാൻ കൊടുക്കുന്നത്. അവ കുടുംബം മൊത്തം ബർക്കത്തില്ലാത്തതായിത്തീരും. അതുകൊണ്ടാണ് അടിസ്ഥാനം അല്ലാഹു തആല പറഞ്ഞത് കച്ചവടം അത് സാമ്പത്തിക വരുമാന മാർഗമാണ്. അവിടെ തന്നെ ബർക്കത്തിന്റെ മേഖല ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ സഹോദരന്മാരെ, ബർക്കത്ത് കിട്ടാൻ ആവശ്യമായ മറ്റൊരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ഏത് വിഷയത്തിലും അതിൻ്റെതായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതോടൊപ്പം ബർക്കത്ത് തരേണ്ടവൻ അള്ളയാണ് എന്നതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥന റബ്ബിനോട് നമ്മൾ നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ച് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സ്വാഇനാ വ മുദ്ദിനാ. അന്നത്തെ അളവ് പാത്രങ്ങളാണ്, കാരണം അത് ഉപയോഗിച്ച എല്ലാം അളക്കുന്നത് സ്വാഅ് മുദ്ദൊക്കെ. അപ്പൊ ഞങ്ങളുടെ അളവുകളിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ, സ്വാഅ് മുദ്ദ്. വജ്അൽ മഅൽ ബറകതി ബറകതൈൻ, ആ ബർക്കത്തിനോടൊപ്പം വീണ്ടും ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഉള്ള ബർക്കത്ത് വീണ്ടും വർദ്ധിപ്പിച്ചു തരണേ. അപ്പൊ എല്ലാ കാര്യങ്ങളിലും, അത് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മൾ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല. നമ്മൾ ഒരാളുടെ വീട്ടിൽ ചെന്നു, നല്ല ഒരു തെങ്ങ് കാണുകയാണ്, നല്ല കൊല ഉണ്ട്, അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹമാണ്, നല്ല നന്നായി തേങ്ങ ഉണ്ട്, എന്താ പറയേണ്ടത്? ബാറക്കല്ലാഹ്. അതൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ആ വീട്ടിൽ ചെന്നു, നല്ല കുട്ടികൾ, ചെറിയ ചെറിയ മക്കൾ അവിടെ ഉണ്ട്, ബാറക്കല്ലാഹ്. അതൊരു പ്രാർത്ഥനയാണ്. ഒരാൾ നമുക്ക് ഭക്ഷണം തന്നു, ആ ഭക്ഷണം കഴിച്ച് നമ്മൾ പോരുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? അല്ലാഹുമ്മ അത്ഇമ്മൻ അത്അമനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കും. വാസ്ഖിമൻ സഖാന, ഞങ്ങൾക്ക് കുടിപ്പിച്ചവർക്ക് നീ കുടിക്കാൻ കൊടുക്കും. പിന്നെയോ വബാരിക് ലഹും ഫീമാ റസഖ്തഹും, റബ്ബേ അവർക്ക് കൊടുത്തതിൽ നീ ബർക്കത്ത് കൊടുക്കണേ. ഒരാളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ, ഒരു സുന്നത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വഗ്ഫിർ ലഹും വർഹംഹും, അവർക്ക് നീ പുറത്തു കൊടുക്കണം, അവരോട് കരുണ കാണിക്കണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അവർക്ക് പുറത്തു കൊടുക്കണം, കരുണ കാണിക്കണം, അവർക്ക് നീ കൊടുത്തതിൽ ബർക്കത്തും കൊടുക്കണം. ആ ഭക്ഷണം കഴിച്ചാലും നമ്മൾ ബർക്കത്ത്. കല്യാണം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാർ ഒരു പുതിയ ജീവിതത്തിലേക്ക് അവർ തുടങ്ങുകയാണ്. ആ ജീവിതത്തിന് ബർക്കത്ത് വേണം. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ, അല്ലാഹു നിങ്ങളിലും നിങ്ങൾക്ക് മേലിലും ഖൈറും ബർക്കത്തും നൽകട്ടെ, നിങ്ങൾ ഖൈറോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിപ്പിക്കുമാറാകട്ടെ. ഒരു പ്രാർത്ഥനയാണ് നിക്കാഹിന്റെ വേളയിൽ. അപ്പൊ നമ്മൾ നമ്മൾക്ക് വേണ്ടി ബർക്കത്ത് ആഗ്രഹിക്കുന്ന പോലെ, നമുക്ക് വേണ്ടി അതിന് പ്രാർത്ഥിക്കുന്ന പോലെ, മറ്റുള്ളവർക്ക് വേണ്ടി ബർക്കത്തും നന്മയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്തൊരു നന്മ ഒരാളിൽ കണ്ടാലും ബാറക്കല്ലാഹ് എന്ന് പറയാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതിൻ്റെ സുന്നത്ത് കൂടിയാണ്. അതുപോലെ തന്നെ
വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. രോഗത്തിന് പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. നാട്ടിലെ വരൾച്ചയ്ക്ക് പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. മഴയില്ലാതെയായാൽ ആ മഴ ഉണ്ടാകാൻ കാരണമാണ് ഇസ്തിഗ്ഫാർ. അല്ലെ, എല്ലാ വിഷയങ്ങൾക്കും മനസ്സിന്റെ അസ്വസ്ഥതകൾക്ക് പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. വിശുദ്ധ ഖുർആൻ പറയാൻ, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, കാരണം അവനെല്ലാം പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, മഴ കോരിച്ചൊരിഞ്ഞു തരും. വയുംദിദുക്കും ബിഅംവാൽ, സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും ഇസ്തിഗ്ഫാറിലൂടെ. അപ്പൊ ആ സമ്പത്തിൽ ബർക്കത്തുണ്ടാകാനുള്ള ഒരു മാധ്യമമാണെന്ത് നമ്മൾ പറയുന്ന ഇസ്തിഗ്ഫാർ. അപ്പൊ കടയിലിരിക്കുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഏത് സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുക. വയുംദിദുക്കും ബിഅംവാലിൻ, സമ്പത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് വർധനവ് തരും. വബനീൻ, സന്താനങ്ങളിലും വർധനവ് തരും. അപ്പൊ അതിലൊക്കെ ബറക്കത്ത്. വയജ്അൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ തരും. വയജ്അൽ ലക്കും അൻഹാറ, വെള്ളം, നദികൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരും. സൂറത്ത് നൂഹിലെ 11 മുതലുള്ള ആയത്തുകളാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ജീവിതത്തിൽ നമ്മൾ സാമ്പത്തിക മേഖല അത് കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അതാണ് ബർക്കത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം. നമ്മൾ സമ്പാദിക്കുന്നത് ഒരിക്കലും ഹക്കല്ലാത്തതാകരുത്. അത് എത്ര ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, നമുക്ക് അർഹതപ്പെടാത്ത ഒന്ന് നമ്മുടെ സമ്പത്തിലേക്ക് വരരുത്. ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം താല്പര്യം കാണിക്കണം. ഹലാലായത് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുമാണ്, റബ്ബേ എൻ്റെ സമ്പാദ്യത്തിൽ ഒരിക്കലും ഹറാം കടന്നുകൂടരുതേ, അറിയാതെ പോലും ഞാൻ ഹലാലല്ലാത്തത് ഭക്ഷിക്കരുതേ. അല്ലാഹു തആല പറഞ്ഞ അങ്ങനെയാണല്ലോ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഭൂമിയിൽ തിന്നോളൂ. പക്ഷെ 2 നിബന്ധന എന്താണ്? ഹലാലായിരിക്കണം, ത്വയ്യിബായിരിക്കണം. ചില വസ്തുക്കൾ ത്വയ്യിബാണ്, നല്ലതാണ്, പക്ഷെ ഹലാലായിക്കൊള്ളുന്നില്ല, കാരണം നമ്മുടെ ഇല്ല. അപ്പൊ ഹലാലുമാകണം, ത്വയ്യിബുമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദൽ മാല ഖളറത്തുൻ ഹുലുവത്തുൻ, ദുനിയാവിലുള്ള ഈ സമ്പത്തുണ്ടല്ലോ നല്ല പച്ചപ്പുള്ളതാണ്, നല്ല മധുരമുള്ളതാണ്, എല്ലാവർക്കും അതിനോട് ഇഷ്ടമാണ്. പണം വേണ്ട എന്ന് പറഞ്ഞാൽ ആരുമില്ല. അല്ലെ, ഭക്ഷണം ഒരാൾക്ക് കൊടുത്താൽ വയറ് നിറഞ്ഞ 5 മതി എന്ന് പറയും, പൈസ കൊടുത്താലോ മതി എന്ന് പറയൂല. അതാണ് പണത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ പണം എന്ന് പറയുന്നത് പച്ചപ്പുള്ളതാണ്, മധുരമുള്ളതാണ്, ആർക്കും മതിയാകൂല. ഇഷ്ടം പോലെ കിട്ടിയാലും പിന്നെയും ആഗ്രഹിക്കും. മൻ അസ്വാബഹു ബിഹഖിഹി, ഹക്കോടുകൂടി അത് സമ്പാദിച്ചാൽ ഉണ്ടോ, അതാണ് വിഷയം. ആ സമ്പാദിക്കുന്ന സ്വത്ത് നേടുന്നത് എങ്ങനെയായിരിക്കണം? അതിന്റെ ഹക്കോടുകൂടി ആയിരിക്കണം. കവർന്നെടുത്തുകൊണ്ടോ, കളവ് പറഞ്ഞുകൊണ്ടോ, കൈക്കൂലി ആയിക്കൊണ്ടോ, സ്ത്രീധനമായിക്കൊണ്ടോ, അതേപോലെ തന്നെ മറ്റു ഏതെങ്കിലും കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, തട്ടിപ്പ്, ഏത് വഴിയോ ആകട്ടെ, അതൊന്നും ആകാൻ പാടില്ല. ഹക്കോടുകൂടി ആയിരിക്കണം സമ്പാദിക്കേണ്ടത്. എങ്കിൽ അതിലൊരു ബർക്കത്തുണ്ട്, അല്ലാഹു തആല ബർക്കത്ത് തരും. അപ്പൊ കുറച്ചുള്ളെങ്കിലും അതിൽ വലിയ ബർക്കത്ത് ഉണ്ടാവും. ഒരുപാട് ഉപകാരങ്ങൾക്ക് ആ പണം ഉപകാരപ്പെടും, ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും. ചിലപ്പോൾ കുറേ പണം വന്നിട്ട് ചെറിയ കാര്യം പോലും നടക്കുന്നില്ല, വന്നതിനേക്കാൾ വേഗത്തിലാണ് പോവുകയാണ്. എന്താണെന്നറിയോ? അത് ബർക്കത്തില്ലായ്മയാണ്. അപ്പൊ എന്തോ പ്രശ്നം നമ്മുടെ അടുക്കലുണ്ട്. ചിലപ്പോൾ തഖ്വന്റെ കുറവായിരിക്കാം, തവക്കുലിന്റെ കുറവായിരിക്കാം, ഈ എണ്ണി പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിന്റെ കുറവായിരിക്കാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഇനി തനിക്ക് അവകാശപ്പെടാത്തത് മറ്റൊരുത്തന്റെ തന്റെ കയ്യിൽ കൊണ്ടുവന്നാൽ ലൈസ ലഹു യൗമൽ ഖിയാമത്തി ഇല്ലന്നാർ, പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നുമില്ല. ഇത് സംശയമില്ലാത്ത വാക്കുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹു കൊടുക്കുന്ന വഹയിലൂടെ സംസാരിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് സാമ്പത്തിക മേഖല എപ്പോഴും ശുദ്ധീകരിക്കുക. അത് നമ്മുടെയും കുടുംബത്തിന്റെയും എല്ലാം ബർക്കത്തിനും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബർക്കത്തുണ്ടാകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെന്നറിയോ? നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നേരത്തെ സുബഹിന്റെ സമയത്ത് ചെയ്യാം, വൈകിട്ട് ചെയ്യലല്ല, വൈകിട്ട് തുടങ്ങലല്ല. ബുക്കൂർ എന്ന് പറയും. ബുക്കൂർ പറഞ്ഞാൽ പ്രഭാതം. ആ സമയത്ത് ചെയ്യുമ്പോൾ അതിലൊരു ബർക്കത്തുണ്ട് എന്നാ. ഒരു യാത്ര പോവുകയാണ്, കഴിയുന്നതും ആ യാത്ര നേരത്തെ സുബഹിന്റെ നമസ്കാര ശേഷം ആ ഒരു പ്രഭാത സമയത്താക്കാൻ നോക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു തുടങ്ങാൻ പോവുകയാണ്, ആ തുടക്കം ആ ഒരു പ്രഭാത സമയത്താക്കാൻ നോക്കുക. എല്ലാം അങ്ങനെ ആക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ ആക്കാൻ പറ്റുന്നതുണ്ടോ? നമ്മൾ ഏത് വിഷയവും അത് നേരത്തെ ആക്കാൻ നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിൽ നീ ബറക്കത്ത് കൊടുക്കണമേ, ഫീ ബുകൂരിഹാ, അവരുടെ പ്രഭാതങ്ങളിൽ.
അപ്പൊ ആ ബർക്കത്തിന് സമയത്ത് കടന്നുറങ്ങിയാൽ ആ ബർക്കത്ത് പോവുകയാണ്. ഇനി രാവിലെ ഉറങ്ങാൻ പാടില്ല എന്നല്ല പറയുന്നത്. കുറച്ചു നേരം ഖുർആൻ ഓതാനും പ്രാർത്ഥിക്കാനും ദിക്റ് ചൊല്ലാനും നന്മകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന ഏറ്റവും നല്ല സമയമാണ് സുബഹിന് ശേഷമുള്ള ആ പ്രഭാതത്തിലെ ആദ്യ സമയങ്ങൾ. അതിൽ ബർക്കത്തുണ്ട് എന്നാ. അപ്പൊ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്തു തുടങ്ങുകയും വേണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കും. ബർക്കത്തില്ലാതെയാകുമ്പോഴാണ് നമുക്ക് പണമുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും ഭാര്യ ഉണ്ടെങ്കിലും കുടുംബം ഉണ്ടെങ്കിലും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കിട്ടാത്തത് ആ ബർക്കത്തിന്റെ കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബർക്കത്ത് ആവശ്യമാണ് എന്നും അത് നിലനിൽക്കാനും ലഭിക്കാനും ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഒരു കാര്യം കൂടി, എന്തുകൊണ്ടാണ് പലപ്പോഴും ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്? അതിന് ചില കാരണങ്ങൾ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം. അതായത് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്ന തിന്മ ബർക്കത്തിനെ ഇല്ലാതെയാക്കും. ഇപ്പൊ നമ്മൾ അല്ലാഹു തആല ഹലാലാക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹു കൂടുതൽ നന്മ തരും. അതാണ് ഖുർആൻ പറഞ്ഞത്, ലഇൻ ശകർതും ലഅസീദന്നകും. നന്ദി കാണിച്ചാൽ കൂടുതൽ തരും, നന്ദികേട് കാണിച്ചാൽ ശിക്ഷയും കഠിനമാണെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹ് ഹറാമാക്കിയൊരു സംഗതി, ഇപ്പൊ അത് സമ്പാദനം മാത്രമല്ല, നോട്ടം. ഹറാമായ നോട്ടമാണോ ഞാൻ അങ്ങോട്ട് നോക്കരുത്, ഹറാമായ കേൾവിയാണോ കേൾക്കരുത്, ഹറാമായ ഇടപെടലാണോ ഇടപെടരുത്. അങ്ങനെ നമ്മൾ അതിനാണ് തഖ്വന്റെ ജീവിതം എന്ന് പറയാം. ആ തഖ്വന്റെ ജീവിതം ഉണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞത് എന്താ? അവന് നാം കൊടുക്കും, അവന് എല്ലാ പ്രശ്നത്തിനും വഴി നാം തുറന്നു കൊടുക്കും, അവന് മഖ്റജ് പോം വഴി ഉണ്ടാക്കി കൊടുക്കും. അതല്ലെങ്കിലോ ഖുർആൻ പറയാൻ, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ, നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിക്കുന്നതും ഉണ്ടോ, എന്ത് മുസീബത്ത് നിങ്ങളെ ബാധിച്ചാലും ഫബിമാ കസബത് ഐദീകും, അതെല്ലാം നിങ്ങളുടെ കൈകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ടാണ്. അല്ലാഹു ഒരാളെയും അന്യായമായി ശിക്ഷിക്കുകയല്ല, അല്ലാഹു ഒരാളെ പ്രയാസപ്പെടുത്തുകയല്ല. നമ്മൾ ചെയ്ത ചില സംഗതികൾ ഉണ്ടാകാം, നമ്മൾ നമ്മളെ കുറിച്ച് വിലയിരുത്തിയാൽ മതി. എൻ്റെ ഈമാൻ എത്രയാണ്, എൻ്റെ തഖ്വ എത്രയാണ്, ഞാൻ കൃത്യമായി പള്ളിയിൽ പോകുന്ന ആളാണോ, ഞാൻ കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്ന ആളാണോ, എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന ആളാണോ, ദിക്ർ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലുന്ന ആളാണോ, ദീനീപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ എന്ന് നമ്മൾ പരിശോധിക്കാം. എന്നിട്ട് പറയണം എൻ്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടോ ഇല്ലേ. അപ്പൊ ഖുർആൻ പറഞ്ഞ വസ്തുത വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വമാ അസ്വാബകും മിൻ മുസീബത്തിൻ, എന്തൊരു മുസീബത്ത് ബാധിച്ചാലും ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഇത് വേറെ സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, അവലമ്മാ അസ്വാബതുകും മുസീബത്തുൻ, നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിക്കുമ്പോ അത് അസബത്തും മിസ്ലൈഹ, അതിനു മുമ്പ് അതേപോലെ മുസീബത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഖുൽതും, നിങ്ങൾ ചോദിക്കുകയാണ്, അന്നാ ഹാദാ, ഇതെങ്ങനെ എനിക്ക് മുസീബത്ത് വന്നത്? നമുക്കൊരു മുസീബത്തും പ്രയാസം വരുമ്പോ, ഒരു നന്മ കുടുംബത്തിൽ സന്തോഷം തോന്നാതിരിക്കുമ്പോ നമ്മൾ പറയാണ് ഖുൽതും, അല്ലാഹ് പറയാ, നിങ്ങൾ പറയും ഖുൽതും അന്നാ ഹാദാ, എങ്ങനെ എനിക്ക് മുസീബത്ത് വന്നത്, എനിക്ക് എങ്ങനെ ദുരിതം വന്നത്? ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഹുവ മിൻ ഇൻദി അൻഫുസികും, അത് നിങ്ങൾ കാരണം തന്നെയാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ ബർക്കത്ത് ഇല്ലാതെയാക്കി കളയുന്നത്. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്. അല്ലാഹു തആല പറഞ്ഞത്, വദറബല്ലാഹു മസല, അല്ലാഹു ഒരു നാടിന് ഉദാഹരണം പറയാം. മസലൻ ഖറിയതൻ, ഒരു ഗ്രാമത്തിന്റെ ഉദാഹരണം. ആ ഗ്രാമം കാനത്ത് ആമിനതം മുത്മഇന്ന, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നാടാണ്. യഅതീഹാ റിസ്ഖുഹാ റഗദാ, ആ നാട്ടിലേക്ക് ആവശ്യമായ റിസ്ക് സുഭിക്ഷമായി എല്ലാ ഭാഗത്തു നിന്നും വന്നിരുന്നു. മിൻ കുല്ലി മക്കാൻ, ഒരു പ്രയാസമില്ല. ഭക്ഷണം അത് പഴവർഗ്ഗങ്ങളായും മാംസങ്ങളായും മറ്റു പലതായും എല്ലാ റിസ്ക്കും നാനാഭാഗത്തും വരുന്ന ഒരു നാട്. നല്ല സമാധാനം നിറഞ്ഞ ജീവിതം, സന്തോഷകരമായ ജീവിതം. അപ്പൊ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ റബ്ബിന് നന്ദി കാണിക്കണ്ടേ, ആ റബ്ബിന് വഴിപ്പെടണ്ടേ?
ആ റബ്ബിന്റെ കൽപ്പനകൾ പാലിക്കണ്ടേ, ആ റബ്ബിന്റെ നിരോധനങ്ങൾ ഒഴിവാക്കണ്ടേ, ഒക്കെ ചെയ്യണം. പക്ഷെ അതൊന്നും ചെയ്യാതെ ആ മനുഷ്യന്മാർ എന്ത് ചെയ്തു? അള്ളാന്റെ നിഅമത്തുകളെ അവൻ നിഷേധിച്ചു, നന്ദികേട് കാണിച്ചു. അപ്പോഴോ അല്ല ആ നാട്ടുകാരെ അനുഭവിപ്പിച്ചു എന്ത്? ലിബാസൽ ജൂഇ, വിശപ്പിന്റെ വസ്ത്രം. അതൊരു സാഹിത്യ പ്രയോഗമാണ്. വിശപ്പ് അവർക്ക് കൊടുത്തു. എന്താ വിശപ്പ് എന്ന് കൂടി പഠിക്കട്ടെ. കാരണം വിശപ്പില്ലാത്ത സമയത്ത് അള്ളാനെ മറന്നു, അവര് കിട്ടുന്ന സമയത്ത് അള്ളാനെ മറന്നു. സുഖം കിട്ടിയപ്പോ അള്ളാനെ ഓർത്തില്ല. അപ്പൊ അള്ളാഹ് അത് നീക്കിക്കളയാണ്. ലിബാസൽ ജൂ, വിശപ്പിന്റെ വസ്ത്രം നാം അവർക്ക് കൊടുത്തു. വൽ ഖൗഫ്, നാട്ടിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി അത് പേടി കൊടുക്കുക. സമാധാനം പോയിട്ട് പേടി ഉണ്ടാകുക. രണ്ട് കാര്യങ്ങൾ മനുഷ്യനാണ്. ഇവിടെ പലപ്പോഴും നമ്മൾ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ ജീവിതത്തിൽ അടിസ്ഥാനപരമായി വേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് പേടിയില്ലാത്ത നിർഭയാവസ്ഥയും, മറ്റൊന്ന് വിശപ്പില്ലാത്ത ഭക്ഷണം ആവശ്യത്തിന് കിട്ടുന്നൊരവസ്ഥയും. ഇത് രണ്ടും നഷ്ടപ്പെട്ടാണ്ടല്ലോ എല്ലാ സന്തോഷവും പോകുന്ന. ഇപ്പൊ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന നാട്ടിൽ എന്താ ഉള്ളത്? യുദ്ധം കുടുംബിനി കൊണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താ? വിശപ്പും പേടിയും. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. നിങ്ങൾ ഈ റബ്ബിനെ ആരാധിക്കണം, ഈ കാബന്റെ നാഥനെ ആരാധിക്കണം. ഇതിന്റെ കാരണം വിശക്കുന്ന നിങ്ങൾക്ക് ഭക്ഷണം തന്നവനാണവൻ, പേടി മാറ്റി നിർഭയത്വം തന്നവനാണവൻ. അപ്പൊ പേടിയും അതേപോലെ വിശപ്പും, ഇത് രണ്ടും മനുഷ്യന് വലിയ പരീക്ഷണമാണ്. അത് രണ്ടും അല്ല കൊടുത്തു. ആർക്കാ കൊടുത്തത്? എല്ലാ സുഖവും സന്തോഷവും സമാധാനം ഉണ്ടായിരുന്ന നാട്ടിൽ നന്ദികേട് കാണിച്ചപ്പോ ബിമാ കാനു യസ്നഊൻ, അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ട്. അത് അള്ളാഹ് വെറുതെ കൊടുക്കല്ല, അവർ ചെയ്ത പണിന്റെ ഫലമായിക്കൊണ്ട്. അപ്പൊ സഹോദരന്മാരെ, കഴിവിന്റെ പരമാവധി എല്ലാ മേഖലയിലും ഹറാമുകൾ മാറ്റുക, തിന്മകൾ മാറ്റിവെക്കുക. ഹൈറായതും നന്മയായതും ഹലാലായതും എന്തുണ്ടോ അത് മാത്രം സ്വീകരിച്ചുകൊണ്ട് ഈമാനോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ നമുക്ക് ചുരിഞ്ഞു തരും. അള്ളാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന നല്ല മുത്തഖീകളായി ജീവിക്കാൻ അവൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ എരമംഗലത്തുള്ള മടത്തിക്കാട്ടിൽ ബഷീർ സാഹിബ് ഇന്നലെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്, വലിയ പ്രയാസത്തിലുമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും മുസ്ലിം സഹോദരന്മാരെ എല്ലാവരെയും ഉമ്മത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. യുദ്ധങ്ങളും പ്രയാസങ്ങളും കെടുതികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഇന്ന് ജനം മറ്റു രാജ്യങ്ങളിലാണെങ്കിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വഴികളും തുറന്നു തരുമാറാകട്ടെ. നന്മയുടെ വഴികൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ അള്ളാഹു തആല സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അക്തുബ് ലനാ മിനൽ ബറകത്തി വത്തൗഫീഖി ഔഫറൽ ഹല്ലി വഅതമ്മൻ നസീബ്. اللهم بارك لنا في أعمالنا وبارك لنا في أعمالنا وبارك لنا في أزواجنا وذرياتنا. اللهم بارك لنا في أموالنا وفي أوقاتنا. اللهم بارك لنا في صحتنا وعافيتنا واجعلنا مباركين أينما كنا. اللهم قنعنا بما رزقتنا وبارك لنا فيه. اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا. اللهم أصلح قلوبنا وأعمالنا وأحوالنا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من هوائج الدنيا والآخرة إلا تممتها بفضلك وكرمك يا أكرم الأكرمين. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على نبينا محمد.